ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മധ്യകിഴക്കൻ അറബിക്കടലിനു മുകളിലായി തീവ്രന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുവെന്നും ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്കുകിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. അതേസമയം മധ്യകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന കർണാടക, വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും മുകളിലായി നിലനിന്നിരുന്ന ചക്രവാതച്ചുഴി അറബിക്കടൽ തീവ്രന്യൂനമർദ്ദവുമായി ചേർന്നുവെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അതിനിടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന് തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി രൂപപ്പെട്ട ചക്രവാതച്ചുഴി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇത് വടക്കുപടിഞ്ഞാറു ദിശയിൽ നീങ്ങി നാളെയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന് മധ്യബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ തീവ്രന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും മറ്റന്നാളോടെ അതിതീവ്രന്യൂനമർദ്ദമായും തുടർന്ന് തിങ്കൾ രാവിലെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന് പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു. ഈ സിസ്റ്റം ഇന്ത്യൻ തീരത്തോട് അടുക്കുകയാണ് ചെയ്യുക. ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ തിങ്കളോടെ മഴയിൽ വർധനയ്ക്ക് സാധ്യതയുണ്ട്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.